കല്യാണം കഴിഞ്ഞിട്ട് ഒരു ബിസിനസ്സും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാവുമ്പോൾ റിയയുടെ ഫാമിലിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടാവുമല്ലോ. ദിയോ, ബീഫ് എടുക്കാനുള്ള പാത്രം എടുത്തുക്കണ? ഇല്ലടി, ഒന്നെടുത്തോ. അനക്കും ആദ്യക്കും പിന്നെ ഇങ്ങനൊരു സീൻ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലേ ദിലോ? നിങ്ങൾ പിന്നെ ആദ്യം മുതലേ കണ്ടും വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരല്ലേ. ഇന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കാര്യം. ആയുസ് കാക്ക നാട്ടിലില്ലാത്ത സമയത്തല്ലേ ഇന്ന പെണ്ണാണാൻ വന്നതൊക്കെ. അതുകൊണ്ട് പിന്നെ കല്യാണമൊക്കെ തീരുമാനിച്ചിട്ടല്ലേ ആരിസ്ക വന്നത്. സൽമാൻ എന്താ ആലോചിച്ച് നിൽക്കണേ? ചായ വെച്ചൂടി. ഓലെ വർത്താനം കഴിഞ്ഞേക്ക് ചായ കൊടുക്കണ്ടേ? അല്ലെങ്കിലോ ആദ്യമായിട്ടായിക്കാരും പെണ്ണാണോ വന്നവര് ഇത്ര തോന്നെ നേരം നിന്നിട്ടൊക്കെ വർത്താനം പറയണ്ടാവുക. ഇനി നമ്മളായിട്ട് ഓലെ നേരം വെപ്പിക്കാൻ പാടില്ലല്ലോ. അവരെ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല സ്നേഹമുള്ള ഫാമിലിയാ തോന്നണേ അല്ലേ? എന്തായാലും അതേ ദിലോ, എന്തായാലും റിയമോൾ അവിടെ ഹാപ്പി ആയിരിക്കും അല്ലേ സൽമാത്ത? ഇൻഷാ അല്ലാ. അല്ല, ഞാൻ കുറേ നേരമായി ഓരോന്ന് പറയണേ. റിയക്ക് എന്നോടൊന്നും ചോദിക്കാനും പറയാനുമില്ലേ? ഇല്ല. എന്നാ പിന്നെ എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്കിന്ന് അകത്തേക്ക് പോവല്ലേ? ആ, ഇതാ വരുന്നല്ലേ രണ്ടാളും. അപ്പൊ എങ്ങനെയാ മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുണ്ടിപ്പറിച്ചലൊക്കെ കഴിഞ്ഞാ? അപ്പൊ ഇനി അങ്ങനെ തീരുമാനിച്ച കാര്യങ്ങളില് മാറ്റമൊന്നുമില്ലല്ലോ രണ്ടാൾക്കും? എന്റെ മോളായതുകൊണ്ട് പറയില്ല. എന്റെ ഇഷ്ടമാണ് ഓളെ ഇഷ്ടം. ചെറുപ്പം മുതലേ ഇത് അങ്ങനെ തന്നെ. ഇപ്പൊ ഇതാ ഈ കാര്യം കല്യാണക്കാരും പറഞ്ഞപ്പോൾ അവളൊക്കെ പറഞ്ഞേ ഇപ്പൊ തന്നെ അവള് കല്യാണത്തിന് സമ്മതിക്കൂലെന്ന്. ഞാന് പറഞ്ഞപ്പോ അതും സമ്മതം. ആ, വർത്താനം പറഞ്ഞ് കഴിഞ്ഞ് വന്ന രണ്ടാളോ?